നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമൂടും നായകന്മാരായി എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഗർ. അപ്പോൾ ഗർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ട്രെയിലർ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇറങ്ങി കണ്ടിരുന്നു. ആ ഒരു സിനിമയുടെ പേര് പോലെ തന്നെയാണ് ആ ഒരു സിനിമയുടെ ഒരു എഫക്റ്റും നമുക്ക് ആ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മാത്രമല്ല ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് JK എന്ന് പറഞ്ഞിട്ടുള്ള സംവിധായകനാണ്. അപ്പോൾ ആ JK എന്ന് പറഞ്ഞ സംവിധായകൻ്റെ സിനിമകളാണ് നമുക്ക് മുന്നിറങ്ങിയിട്ടുള്ള പൃഥ്വിരാജിൻ്റെ എസ്ര, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് നല്ല ത്രില്ലർ സിനിമകളാണ് ഈ JK എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ കൂടുതലായിട്ട് നമുക്ക് ഒരു മലയാളികൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പേരിൽ തന്നെ ഗർ എന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു സിംഹത്തിൻ്റെ അലർച്ചയും ആ ഒരു ട്രെയിലറിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ഒരു സിനിമ എന്താണെങ്കിലും ഒരു സസ്പെൻസ് തരുന്ന ഒരു ട്രെയിലറായിട്ടാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയും നല്ലൊരു സസ്പെൻസ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഒരു വെക്കേഷൻ ടൈമിൽ ഇറക്കേണ്ട ഒരു സിനിമ ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം കുട്ടികളൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ഈ പുലി സിംഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ പുലിമുരുകൻ സിനിമയൊക്കെ ആ ഹിറ്റായപ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമയാണ് പുലിമുരുകനൊക്കെ. അപ്പോൾ ഈ ഒരു ഗർ എന്ന് പറയുന്ന സിനിമയിൽ ഒരു സിംഹത്തിൻ്റെ ആ ഒരു അലർച്ചയൊക്കെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് കാണാനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഗർ എന്നുള്ള പ്രതീക്ഷകൾ ആ ഒരു ട്രെയിലറിൽ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നടൻ കൂടിയാണ് സുരാജ് വെഞ്ഞാറമൂടും അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബനും. ചാവർ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് കുഞ്ചാക്കോ ബോബൻ്റെ നല്ലൊരു സിനിമ നമുക്ക് തിയേറ്ററിലേക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ ഗർ എന്ന് പറയുന്ന സിനിമ ഇന്ന് വേൾഡ് വൈഡായിട്ട് റിലീസിന് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സിനിമയ്ക്ക് വളരെയധികം പ്രതീക്ഷകളാണ് നമ്മളെല്ലാവരും കരുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സിനിമ ആവട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. എന്തായാലും സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും. സുരാജ് വെഞ്ഞാറമൂടും കുഞ്ചാക്കോ ബോബനും തമ്മിൽ അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമ്മുടെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാജേഷ്.